ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാഗദൈവം പ്രസാദിച്ചെന്ന് തോന്നുന്നു. അതിന്റെ ലക്ഷണമാണിത്. അതെ അമ്മേ, അല്ലാതെ ഈ നേരത്ത് ഇത്രയധികം പൂക്കൾ ഒരുമിച്ച് കൊഴിയില്ലല്ലോ. ഈ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. അല്ല, നവീന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ എവിടെ? അവർ രണ്ടുപേരും നാഗത്തറയിൽ പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുക. ഓ, ഗാഥ വരുന്നോണ്ട് ഇന്നത്തെ സ്പെഷ്യൽ പ്രാർത്ഥനയാണ്. അതെന്താ ഗാഥ വരുന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് നാഗത്തറയില്? അമ്മയും നന്ദേട്ടനും എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത് നാഗത്തറയിൽ വെച്ചാ. അതാണ് അവരുടെ വിശ്വാസം. കളരിക്കലെ പരമ്പരാഗത ദൈവങ്ങളല്ലേ. ആക്രാന്തം കാണിക്കില്ല സാറേ. സാർ വേണമെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലും വിളിച്ചിട്ട് കൂടി സുഖമായിട്ട് സംസാരിച്ചുകൂടെ? ഇതിന്റെ ഇടയിൽ കൂടെ അതൊക്കെ എങ്ങനെയാണോ? ഞാൻ പറയാം. അതെ ഗാഥ മാഡം, നവീൻ സാറ് ഗാഥ മാഡമായിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി നിൽക്കുക. എന്തായാലും ഫംഗ്ഷൻ ഇനി സമയമുണ്ടല്ലോ. നിങ്ങൾ രണ്ടും അങ്ങോട്ട് മാറിയൊന്ന് സംസാരിക്കേ. അല്ലേ സിത്താര മാഡം? ആദ്യം അവരൊക്കെ ഒന്ന് വരട്ടെ മാണിക്കും. ചടങ്ങല്ലേ പ്രധാനം, അല്ലേ നവീൻ? ആ അതെ അതെ. സിത്താര ഇപ്പൊ വന്നതേ ഉള്ളൂ. അതെ അമ്മേ. ഇവര് രണ്ടുപേരും കൃഷ്ണയുടെ നേർക്ക് നോക്കുന്നു പോലുമില്ലല്ലോ. ഇവരിനി സത്യം കണ്ടുപിടിച്ച് കാണും. അപ്പോ നമ്മുടെ ചീഫ് ഗസ്റ്റുകളൊക്കെ എത്തിയ സ്ഥിതിക്ക് കളരിക്കൽ നന്ദകുമാർ വർമ്മയുടെയും അദ്ദേഹത്തിന്റെ പ്രിയപത്നി സുമിത്രയുടെയും വിവാഹ വാർഷികം നമ്മൾ സമംഗളം ഇവിടെ ആഘോഷിക്കുകയാണ്. ആദ്യമായിട്ട് ആരാണ് സംസാരിക്കുന്നത്? മുത്തശ്ശിയാണോ അതോ അച്ഛനാണോ? എന്നാ പിന്നെ നിനക്കൊരു മൈക്ക് കൂടി സംഘടിപ്പിക്കായിരുന്നില്ലേ? ഇങ്ങനൊരു ഫംഗ്ഷൻ വരാൻ കാത്തു നിന്ന പോലെയാ മാണിക്കുഞ്ഞിന്റെ പ്രകടനം. എടാ മാണിക്കുഞ്ഞ്, കേക്ക് എവിടോ? ഡോണ്ട് വറി സർ, സംഭവം സെറ്റല്ലേ? അതും ഉണ്ടായിരുന്നോ? എന്റെ ഈശ്വരാ, ഓരോരോ യോഗങ്ങളെ. എന്റെ ഉദയത്തിനെ കല്യാണം കഴിഞ്ഞ തീയതി പോലും ഇവിടെ ആർക്കും നിശ്ചയില്ല. ചുറ്റുമുള്ളവർക്ക് നിശ്ചയമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിനക്കും ഉദയനും ആ തീയതി കൃത്യമായിട്ട് അറിയാവോ? അറിയൂ ഉദയ? അതിലൊക്കെ ഇപ്പൊ എന്ത് കാര്യമായിരിക്കുന്നമ്മ? അല്ലെങ്കിലും പൊതു അവധി വെക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഇതാ കേട്ടല്ലോ, അത്രയേ ഉള്ളൂ. കൃഷ്ണ